പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ പ്രണയമാണെന്ന് തോന്നുന്നത് എന്തോ. ഇപ്പം എനിക്കൊരു പ്രണയമുണ്ട്. ബാക്കിയൊക്കെ മറ്റുള്ളവർ പറയുന്നതല്ലേ, മറ്റുള്ളവർ പറയുന്ന നോക്കിയിട്ട് ജീവിക്കാൻ നിന്നാൽ ഒട്ടും പറ്റില്ല. എന്തോ ഒരു എനർജി ഉള്ളതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതാണ് എനിക്ക് ദൈവം. ടെൻഷൻ വരുമ്പോൾ അതിലിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓടിപ്പോകരുത് അതിൽ നിന്ന്. ആ ടെൻഷൻ അടിച്ചങ്ങ് തീർക്കണം. അയ്യോ, അപ്പം ഞാൻ ആനപ്രേമിയാണ്. അതൊക്കെ എന്തായാലും പോയി ആനയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കും. പേടിയില്ല ആനേനെ. കാരണം ഇടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമങ്ങളാണ് ഈ റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്ന എൻ്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനത് ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവരെന്തിനതൊക്കെ അന്വേഷിക്കുന്നത്? അങ്ങ് നിങ്ങളുടെ സിനിമ ചെയ്യും, ഞാൻ എൻ്റെ സിനിമ ചെയ്യട്ടെ. ആനയ്ക്ക് പകരം നമുക്ക് പോയി എഴുന്നള്ളിപ്പോൾ നിൽക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ. ഏതിപ്പോൾ പള്ളിയിലാണെങ്കിലും ഞാൻ പോകും. മറ്റേ മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയും പോയിരുന്നതാണ്. എപ്പോഴെങ്കിലും ഒരു നന്ദിയൊക്കെ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടി ചെയ്യണതല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇന്ന് എനിക്കതില്ല. ആനക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ തമാശയായിട്ട് കാര്യം പറയട്ടെ. എനിക്ക് മനസ്സിലായ അതിഥി പറയുമ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ സീനാന്നറിയാം. മറ്റേ നാഗവലിയുടെ കാശിമാല നിങ്ങൾ പറഞ്ഞ മറ്റേ ഗംഗയിലെ മറ്റേ എനിക്ക് അതാ ഓർമ്മ. എനിക്കൊരു കൂട്ട്. ഇനി അതാണ് എൻ്റെ പ്രണയം. ഒരു കൂട്ടുണ്ടായാൽ മതി. ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോളാം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. വെൽക്കം. മൂവി വേൾഡിൽ ഇന്ന് എൻ്റെ കൂടെയുള്ള അതിഥി രവിയാണ്. സ്വാഗതം. താങ്ക് യു. നല്ല ഇൻട്രോ. അത്രേ ഉള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിളിക്കുന്ന ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് വേണ്ട ഓഡിയൻസിന് അറിയാൻ. അപ്പോൾ നമ്മളിങ്ങനെ വിശാലമായി ഇൻട്രോ കൊടുക്കേണ്ട കാര്യമില്ല. അവരറിയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അതൊരു സിമ്പിൾ ഇൻട്രോ. ഈ ഫെസ്റ്റിവൽ സമയമാണ്, അത് തന്നെ ഞാൻ ഓണ സമയമാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം അതിഥിയെ സന്തോഷിപ്പിക്കാൻ പെട്ടെന്ന് ഒരാൾക്ക്, ഒരാണോ പെണ്ണോ ആയിക്കോട്ടെ, എന്ത് ചെയ്താലാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് അതിഥി പെട്ടെന്ന് അതിഥി ഹാപ്പി ആവുന്നത്? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ അതിഥി പെട്ടെന്ന് നോക്കി പറയുന്നൊരു ചോദ്യം എന്തായിരിക്കും? ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എടാ നമുക്ക് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഏത് പാതിരാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അങ്ങനത്തെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ചായ കുടിക്കാൻ പോവാം, അങ്ങനത്തെ ചില എന്തെങ്കിലും ചോദ്യങ്ങളോ, അതായത് ഏറ്റവും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു എന്താണ് എനിക്ക് സംഭവം? ചായ കുടിക്കാൻ പോകുന്ന തന്നെയായിരിക്കും. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലാതെ ഉള്ളത് ഞാൻ പറയട്ടെ, ഞാൻ എവിടെയും പോവില്ല. ആണോ? ഒരു ടൈപ്പാണ്. എന്ത് പറഞ്ഞാലും അവസാനം ഞാൻ പറയും ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു. എനിക്ക് എവിടെ പോവാതിരിക്കുന്ന ഇഷ്ടമാണ്. വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടമാണ് അത്. എന്നാൽ എങ്ങനെ ഇപ്പം അത് പറയാ, ഇപ്പൊ പുറത്ത് പോവാണെങ്കിൽ അത് പോവുകയും ചെയ്യും. എവിടെയാണോ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് അതാണ്. ഇപ്പൊ പുറത്ത് പോവാണെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുക. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയാറുണ്ട്. മനസ്സിലായി. അതായത് ഇപ്പം ഞാനിപ്പോ ഇവിടെയാണ്, ഇവിടെ ഹാപ്പിയാണ് ഞാൻ. അത് ഭയങ്കര ക്വാളിറ്റി. എവിടെയും അഡ്ജസ്റ്റ് ആവുക എന്നുള്ളത് അങ്ങനെ ആയിരുന്നില്ല മുമ്പ്, പക്ഷെ ഇപ്പൊ എന്തോ അങ്ങനെ തന്നെ ആയിപ്പോയത്. ഭയങ്കര അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പൊ. അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? അറിയില്ല, മേ ബി നമ്മുടെ ലൈഫ് ജേണി ഒക്കെ തന്നെ ആയിരിക്കും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രസന്റ് ആയി ഇരിക്കുക, എവിടെയാണോ അവിടെ. അത് നമ്മൾ എപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ ക്ലാസ് റൂമിലിരിക്കുമ്പോഴാണല്ലോ. ഈ പീരീഡ് കഴിഞ്ഞിട്ട് വേണം ക്യാൻറ്റീനിൽ പോകാൻ, ചായ കുടിക്കാൻ എന്നാലും ഫസ്റ്റ് തോട്ട് ഞങ്ങൾ കോളേജിലൊക്കെ ഇരിക്കുമ്പോൾ. ഇപ്പോൾ അത് മാറി 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 ഇപ്പോൾ എവിടെയാണോ അവിടെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പയ്യെ ആയത്. അത് എനിക്ക് ഗ്രാജുവൽ ആയത്. അതെനിക്ക് റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭയങ്കര നല്ല മാറ്റമാണ്. പക്ഷെ ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് നമ്മൾ യൂട്യൂബ് നോക്കും. ഇപ്പോൾ അതിഥി രവി ലേറ്റസ്റ്റ് ന്യൂസ് എന്നൊക്കെ നോക്കും. അപ്പം അതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 കാര്യമുണ്ട്. ഒന്ന്, ഏതോ ഒരു ചാനലിൽ കൊടുത്തേക്കുക അതിഥി രവീസ് ലൈഫ് സ്റ്റൈൽ ആണോ? കൊടുത്തേക്കുക. അതിഥി രവിയുടെ വീട്, പേര്, എഡ്യൂക്കേഷൻ, ഹൈറ്റ്, വെയിറ്റ്, സകല പരിപാടിയും കൊടുത്തിട്ടുണ്ട്. വളരെ ആധികാരികമായിട്ടാ പറയണത്. ഹെയറിന്റെ കളർ ഇന്നതായിരിക്കും, അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്ക്. ഇപ്പൊ നോക്കാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് നോക്കാം. അതിന് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്.
ഓ അത്രയും വ്യൂസും ഉണ്ട് അതിന്. ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ട് എനിക്ക് ഏതോ വീടിൻ്റെ ഒക്കെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണോ? എൻ്റെ വീടിന്റെ ഫോട്ടോ വരാൻ വഴിയില്ലല്ലോ. അല്ല, ഈ യൂട്യൂബിൽ സ്വയം അല്ലെങ്കിൽ ഗൂഗിളിൽ സ്വയം പേരുകളൊക്കെ തപ്പി നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞപ്പോ ഇതൊന്ന് നോക്കണമെന്നുണ്ട്. അല്ലാതെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ട്. യൂട്യൂബിൽ ഞാൻ ഗൂഗിളിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നോക്കും. എന്റെ ടാഗ് എവിടെയെങ്കിലും വല്ല ഇപ്പൊ കൂടുതൽ വീഡിയോസ് ഒക്കെ വരില്ല, അപ്പൊ അത് നോക്കാറുണ്ട്. ഈ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഇമാരൊക്കെ എന്തിനാ ഇത് എടുത്ത് തന്നെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ? അല്ലെങ്കിൽ കൊള്ളാലോ എനിക്ക് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ ഞാൻ ഈ വീഡിയോയിൽ, ഈ രണ്ട് ഇമോഷൻസും വന്നിട്ടുണ്ടോ? അതില് ആദ്യത്തെ വന്നിട്ടില്ല ഇതുവരെ. എന്തോ ടച്ച് വുഡില്ല. അല്ല, അത് വന്നിട്ടില്ല. എപ്പോഴും നല്ലതാ കണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് മീഡിയ ടീംസിനോടും പിന്നെ കുറെ പേരൊക്കെ എനിക്ക് അറിയുന്നവരാ. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ വളരെ നല്ല വീഡിയോസ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ മാറ്റരുത്. അതുപോലെ രണ്ടാമത് ഞാൻ നോട്ട് ചെയ്തത് ഒരു ഗുരുവായൂർ അമ്പലത്തിൽ കൂടി നിങ്ങൾ 4 പേര് നടന്നു വന്ന ഒരു വീഡിയോ. അത് ആരെടുത്താന്ന് എനിക്ക് അറിയില്ല. 1-2 റീലുകൾ ഞാൻ കണ്ടു. ഈ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിദേവിയുടെ പോയിന്റ്? ആക്ച്വലി അത് ഇപ്പോൾ മതപരമായിട്ടില്ല എനിക്ക് സത്യം. ഫസ്റ്റ് ഓഫ് ഓൾ അതില്ല. ഏതിപ്പോൾ പള്ളിയിലാണെങ്കിലും ഞാൻ പോകും. മറ്റേ മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവിടെയും പോയിരുന്നതാണ്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു എനർജിയിൽ എല്ലാവരും ഇപ്പം കുറേയൊക്കെ അങ്ങനത്തെ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഒരു എനർജിയിൽ വിശ്വസിക്കുക, ഇന്ന ദൈവം എന്നൊന്നും ഇല്ല. പക്ഷെ ചില പോസിറ്റീവ് എനർജി. അപ്പോൾ അത് എനിക്ക് അമ്പലങ്ങളിൽ ദൈവത്തിൽ ഞാൻ എവിടെ ഒരു എനർജി ഉണ്ടല്ലോ, അല്ലാതെ നമ്മളൊന്നും ഇവിടെ ഇല്ലല്ലോ. സയന്റിഫിക്കലൊക്കെ പ്രൂവൻ ചെയ്താലും എന്തോ ഒരു എനർജി ഉള്ളതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. അതാണ് എനിക്ക് ദൈവം. അപ്പൊ അത് ഇന്ന ആള് ചിലപ്പോ ഞാൻ മനുഷ്യരിൽ കണ്ടിട്ടുണ്ട് ദൈവത്തെ. ഞാൻ ഇടയ്ക്ക് കയറുന്നല്ല, ഞാൻ ചില ഗസ്റ്റുകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നല്ല ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വന്ന ദൈവത്തിന്റെ ഒരു കൈ എന്ന് ചോദ്യമുണ്ട്. അതാണോ ഈ പറയുന്ന അല്ലെങ്കിൽ? അത് ഒരുപാട് വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്ക് അവരിലൊരു ദൈവത്തിന്റെ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് ഒരാളിലൂടെ ആയിരിക്കും വരുന്നത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്, അതങ്ങനെ പറയാൻ കാരണം എനിക്ക് ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിട്ടുള്ളത് സ്ട്രേഞ്ചേഴ്സിൽ നിന്ന്. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആളുകളൊന്നും തന്നെ നമ്മൾ പറയുമല്ലോ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സഹായം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്ക് വന്നിട്ടുള്ള എല്ലാം സ്ട്രേഞ്ചേഴ്സ്. അപ്പം ഇവരെങ്ങനെ വന്നു? അതിലൊരു ദൈവത്തിന്റെ കൈയുള്ളതുകൊണ്ടല്ലോ. അപ്പം അതെനിക്ക് അങ്ങനെ ഞാൻ അതിൽ വിശ്വസിച്ചു തുടങ്ങി. ശരി, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞാൽ അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചിലത് വലുതായിരിക്കാം. ഇപ്പം കരിയർ എടുത്താലും അല്ലെങ്കിൽ ലൈഫിൽ തന്നെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താലും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ വന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. പെട്ടെന്ന് ആ റൂട്ട് വേറെ തിരിഞ്ഞു പോവും. ആ റൂട്ട് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. നല്ലതാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന, എല്ലാം നല്ലതിനെന്നൊക്കെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ എന്ത് നല്ലതിനെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ സോ ഫാർ സോ ഗുഡ് എന്ന് പറയില്ല, എല്ലാം നല്ലതിനാണ്. അങ്ങനത്തെ ഒരു ഫീലാണ് പോകുന്നത്. ഈ ഇത് കണക്ട് ചെയ്ത് ചാക്കോച്ചൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചൻ പറഞ്ഞ ഇൻസിഡൻ്റ് ഉണ്ട്. ചാക്കോച്ചൻ വലിയൊരു കെയർ കൊടുക്കാത്ത ഒരു വ്യക്തി, വലിയ അധികം മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തി, എത്ര പരിചയമൊന്നുമില്ല. ചാക്കോച്ചന് വലിയൊരു സ്ട്രഗിൾ വന്ന ഒരു സമയത്ത് ചാക്കോച്ചൻ പ്രതീക്ഷിച്ച ആരിൽ നിന്നും അദ്ദേഹത്തിനൊരു സഹായം വന്നില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തി വന്ന് ചാക്കോച്ചൻ്റെ ആ ആവശ്യം എന്താണോ അത് മുഴുവൻ കൊടുത്തിട്ട് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞു. ഇന്നും ചാക്കോച്ചൻ അത് എന്ന് പറയുമ്പോൾ ചാക്കോച്ചൻ അത് പറയുന്ന ഫീലിൽ നമുക്ക് കിട്ടും എത്രത്തോളം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാക്കോച്ചൻ ആ വ്യക്തിയുടെ അടുത്തുണ്ട്. അപ്പം ഇതേ ചോദ്യമായിരുന്നു ചാക്കോച്ചൻ ചോദിച്ചത്, ദൈവത്തിന്റെ കൈ എന്നുള്ള. അപ്പം അദ്ദേഹത്തിനാണ് ചാക്കോച്ചൻ ദൈവത്തിന്റെ കൈ. എനിക്കങ്ങനെ അങ്ങനെ പ്രത്യേകം പറയാനില്ല. ഒരുപാട് കുട്ടി ഇൻസിഡൻസും എനിക്കൊരു ആകത്തൊക്കെ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കും, പ്രതീക്ഷിച്ചവരിൽ നിന്ന് സഹായം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മളൊരു കാര്യം ചെയ്തു കൊടുക്കുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളെ കൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാവുന്നതിന് നമ്മൾ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം നമ്മളത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിഥി ഒരാൾക്കൊരു സഹായം ചെയ്ത് കൊടുത്തു കഴിയുമ്പം അത് അവരിൽ നിന്ന് തിരിച്ചൊരു നന്ദി അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വരുമ്പോൾ ഇവർ തിരിച്ച് ചെയ്യും. അത് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. പ്രതീക്ഷിച്ചിട്ടുള്ള ഒരാളാണ്, പ്രതീക്ഷിക്കാറുണ്ട്. മനുഷ്യരല്ലേ. അപ്പം ഞാനാണെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാം എപ്പോഴെങ്കിലും ഒരു നന്ദിയൊക്കെ ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടി ചെയ്യണതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് എന്തെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഇന്നെനിക്കതില്ല. ഇന്നെനിക്ക് ഒന്നിനോടില്ല. ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് പോവാ. അതിലേക്ക് ഒരു അവെയർനെസ് ആണ് ഇപ്പം എനിക്കുള്ളത്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലാതെ കംപ്ലീറ്റ്ലി ആയെന്ന് പറയാൻ പറ്റില്ല പല കാര്യങ്ങളിലും. പക്ഷെ ഇപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത്, കാരണം ഇടയ്ക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമങ്ങളാണ് ഈ റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആളുകൾ നമുക്ക് തിരിച്ചങ്ങനെ എല്ലാവരും നമ്മളെ അടുത്തുനിന്ന് ആലോചിക്കുമ്പോൾ പിന്നെ നമുക്കതൊരു വിഷമമായിരിക്കും, കരയും.
അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്യും, സിറ്റ് വിത്ത് ഇറ്റ് എന്ന് പറയും നമ്മൾ ഒരു കാര്യം വന്നാൽ. അല്ലാതെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാതെ അതിലൂടെ തന്നെ കടന്നു പോവാം. പിന്നെ നമുക്ക് റിയലൈസേഷൻ വീണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ആ എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം, ഓക്കെയാണ് ഞാൻ, ഓക്കെ ഫൈൻ, ആ ഒരു മൂഡ് വരും. ആ ഒരു ഇമോഷണലൊക്കെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് ചവിട്ടിയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹാൻഡിൽ ചെയ്യാൻ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ, അതൊക്കെ എനിക്ക് മെച്ചൂരിറ്റി വരുന്നതിൻ്റെ ആയിരിക്കും, പ്രായം മാറുന്നതിൻ്റെ ആയിരിക്കും ഒരു പക്ഷേ മാറുന്നത്. അറിയില്ല, അതെന്തെങ്കിലും ബുക്സ് വായിക്കുന്നതിൻ്റെ ആയിരിക്കും. ഇല്ല, ബുക്സ് വായന കുറവുള്ള ആളാണ് ഞാൻ പഠിച്ചിരിക്കുന്ന എൻ്റെ ഓൺ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് പറയുമ്പോൾ ഇപ്പോൾ വിചാരിക്കും ഓ വലിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, അങ്ങനെയല്ല. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ കാണുന്നതുകൊണ്ട് എനിക്കത് ഓക്കെയാണ്. ഓക്കെ. ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാരിൽ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, ഇപ്പോൾ ആൾക്കാർ നമ്മളോട് ഒന്ന് മിണ്ടുന്നു, നമുക്ക് അവരുടെ ഒരു, അല്ലെങ്കിൽ കുറച്ച് പേര് നിന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പോയി ഒന്ന് വിഷ് ചെയ്യും, നമുക്ക് അവരുടെ ഒരു ഗുഡ് ബുക്കിൽ കയറുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു സെലിബ്രിറ്റിയുടെ ഉള്ളിലൊരു ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പോൾ അതിഥിയുടെ ഒരു മൂഡ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതിഥി വരുന്ന സമയത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അതിയുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ അതിഥിക്ക് ഒരിക്കലും ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിഥിയുടെ ഉള്ളിൽ ചിലപ്പോൾ അതിഥി വേറെ നിങ്ങൾ ഡിസ്റ്റർബ് ആണ്, അതിഥിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല, കാരണം അതിഥി ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഈ ഗുഡ് ബുക്കിൽ ഇടം നേടി എല്ലാവരെയും പ്ലീസ് ചെയ്ത് പോവുക എന്നതിനും അപ്പുറം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സുഹൃത്ത് വരുന്നു, ഒരു സുഹൃത്ത് കൊണ്ട് ഒരു പടത്തിന്റെ കഥ പറയണമെന്ന് പറഞ്ഞു, അപ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇത് ചെയ്താൽ വളരെ മോശമാണ്, എന്നാൽ ഇത് കൂട്ടുകാരനാണ്, എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ പിണക്കാനും പറ്റില്ല. അങ്ങനെ സിറ്റുവേഷനിൽ ഒരുപാട് നടീനന്മാർക്ക് അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഷെല്ല് ബ്രേക്ക് ചെയ്തൊരു നോ പറയാനൊക്കെ പഠിക്കുന്ന ഒരു സമയം എന്നായിരുന്നു? ഇപ്പം നോ പറയുന്ന ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും കരിയറിലാണെന്നുണ്ടെങ്കിലും നോ പറയാൻ? പിന്നെ ഇപ്പൊ നോ പറയും. മുൻപ് ഒത്തിരി ഈ പറഞ്ഞ ബുദ്ധിമുട്ട്, അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ നമ്മളടുത്ത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ആ വിഷമം ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു, പലതും അതിലൂടെ പോയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെ ആവണം എന്നൊക്കെ. അപ്പോൾ ഇപ്പം നോ പറയാനറിയാം, എന്ന് കരുതി ഹാർഷായിട്ട്. ഇപ്പം നമ്മളാരും വലുതും ചെറുതൊന്നും അല്ല ആരുടെ അടുത്തും, നമുക്ക് പറയുന്ന രീതികളുണ്ടല്ലോ, അപ്പോൾ അവർക്കും വിഷമില്ലാത്ത രീതിയിൽ നോ അവതരിപ്പിക്കാൻ പറ്റും ഇപ്പോൾ. അതെ. ഈ ഒരു 5 വർഷം മുന്നത്തെ അതിഥിയും ഇപ്പോഴത്തെ അതിഥിയും തമ്മിൽ ഈ അതിഥി ആ അതിഥി എങ്ങനെ ആയിരിക്കുന്നു വിലയിരുത്തുന്നു? ആ അതിഥി ഭയങ്കര അല്ല, ഇതൊക്കെ ബുദ്ധിമുട്ട്, എന്താ അങ്ങനെ കംപ്ലൈൻറ്റ്സ്, നമുക്ക് ഫുള്ള് എന്താ പറയുക ബഹളങ്ങളായിരുന്നു, ഫുൾ ബഹളങ്ങളുള്ളൊരു അതിഥിയായിരുന്നു. കാരണം അതെന്താ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന, എല്ലാത്തിനും എന്താ അങ്ങനെ വന്നത്, എന്നോട് എന്തിങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ എനിക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കത് ഇല്ല, കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റാർഡം തന്നെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിരിച്ച മുഖം ഒഴിഞ്ഞാണെങ്കിൽ എവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ, ചിരിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങി, ഇപ്പോൾ വെറുതെ അതിന് അടിച്ചു കൊടുത്താലും തിയേറ്ററിൽ പടം കണ്ടിറങ്ങുന്ന ഒരുപാട് ഷോർട്സ് വരും, എല്ലാത്തിനും വളരെ എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഈ സെയിം പ്ലീസ് ചെയ്യുന്ന ഈ ഒരു, ഇപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ളൊരു ഇമോഷൻ വീടിന് പുറത്തിറങ്ങി കാണിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾമോസ്റ്റ് എല്ലാ സെലിബ്രിറ്റീസും. വിരലെണ്ണാവുന്ന ആൾക്കാരൊക്കെ അല്ലാതെ ഉള്ളൂ. അപ്പം അവരൊക്കെ റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ അവർ ചാടാന്ന് പറയുന്നത്, അവർ തെറി വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്, അല്ലാതെ പ്ലീസ് ചെയ്ത് പോകുന്നത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു സെലിബ്രിറ്റി തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിരിച്ച മുഖം മാത്രമല്ല, എൻ്റെ ചില വീഡിയോസാണ് ഇങ്ങനെയൊക്കെ ഒരു ഇതില്ലാത്ത എല്ലാവരും എന്നോട് പറഞ്ഞ് എനിക്ക് ജാടയുള്ള മുഖം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ജാടയാണ്, മിണ്ടാൻ ഇത്തിരി. ഞാൻ ആക്ച്വലി ചിന്തിക്കും, ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഒരാളെ പോയി ബുദ്ധിമുട്ടിക്കണം. ഞാൻ കൈൻഡ് ഓഫ് ഇപ്പം എല്ലാവരും പറഞ്ഞൊരു വേർഡ് ഉണ്ടല്ലോ, ആംബിവേർട്ട്, അതാണ്. അപ്പം ഞാനായിട്ട് വിചാരിച്ച് അവിടെ പോയി ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ളൊരു സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുഖത്ത് ചിരി വരില്ല. ഞാൻ ചിലപ്പോൾ എന്താണ് പറയേണ്ടത്, ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കണോ, അതിൻ്റെയൊക്കെ എൻ്റെ മുഖത്ത് വരും. എന്താണെങ്കിലും എനിക്കൊരു ദേഷ്യമാണെങ്കിലും എനിക്ക് കംഫർട്ട് അല്ല എന്നുള്ളതുണ്ടെങ്കിലൊക്കെ മുഖത്ത് വരും. അത് വരും, എങ്ങനെ പോയാലും വരും. ചിലപ്പോൾ വെറുതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിചാരിച്ചിരിക്കും, പക്ഷെ മുഖത്ത് ഇങ്ങനെ സൈലൻസ് ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ജാടയാന്ന്. അങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും പിണങ്ങിയിട്ടൊക്കെ ഉണ്ടോ സിമ്പിളായിട്ട്? അല്ലെങ്കിൽ ഇപ്പം പണ്ട് ഞാനിത് ഇന്നസെൻസ് സാറ് പറഞ്ഞിട്ടുണ്ട്, മാനാർമത്തായി സിനിമയുടെ ലൊക്കേഷനിൽ വാണി വിശ്വനാഥ്, വാണി വിശ്വനാഥ് അദ്ദേഹം അവർ വന്ന് ഷൂട്ടിനിടുന്ന സമയത്ത് ഇന്നസെൻസ് സാറിന് മിണ്ടണമെന്നുണ്ട്, എന്ന് ഇവരൊന്നും മിണ്ടണമില്ല. ഓ ഇത്ര ജാട പുറത്തുനിന്ന് വന്ന കർണാടകയാണല്ലോ, കുറേ ദിവസങ്ങളിൽ ഇന്നസെൻസ് സാറ് മിണ്ടിയില്ല.
പിന്നെ മനസ്സിലാവണേ അന്ന് മലയാളം അറിയാൻ പാടാത്ത പുള്ളിക്കാരി പേടിച്ചിരിക്കുവായിരുന്നു, എന്ത് മിണ്ടും എങ്ങനെ മിണ്ടും എന്നുള്ള. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് ഇന്നസെൻസ് സാറ് പറഞ്ഞു വെച്ചൊരു സ്റ്റേറ്റ്മെന്റിന് എക്സാമ്പിൾ ആണ്. അതല്ല ഇത് പറഞ്ഞപ്പോ ഞാനത് പെട്ടെന്ന് ശരിയാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും നിസ്സാരമായിട്ടാണെന്നുണ്ടെങ്കിൽ? എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടൊക്കെ തന്നെ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോ അവര് പറയും, ഞാൻ വിചാരിച്ചു നീ ഭയങ്കര ജാട, മിണ്ടില്ല, നീ ഓരോന്നോ നിന്റെ വിചാരം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞങ്ങക്ക് തോന്നിയ. പക്ഷെ ഒന്നുമില്ല, വാ തുറന്നപ്പോ പോയി അങ്ങനെ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് കോ-ആക്ടേഴ്സിന്. പോയി ഇത്രയുള്ളൂ പറയാറുണ്ട്. കോ-ആക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പം എപ്പോഴെങ്കിലും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ അതേ ഉദ്ദേശം ഇപ്പം ശോഭന, ഉർവശി, അങ്ങനെ 2 പേരെ നമ്മൾ ആൾക്കാർ താരതമ്യം ചെയ്യുന്ന ഒരു 2 പേര് എല്ലാ കാലത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ഇപ്പം അതിഥി സ്വയം, ഇപ്പം ആരെ പറഞ്ഞില്ല, അതിഥിക്ക് സ്വയം ഞാനും ഇവരും ഒരേ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടിരുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകളാണ് ഒരു പക്ഷേ അവർക്ക് കിട്ടേണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്തെങ്കിലും ആരുമായിട്ടോ അല്ലെങ്കിൽ ടോട്ടാലിറ്റിയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. കാരണം എന്താ പറയുക, ഇപ്പം ഒരു സിനിമ ചെയ്യാൻ തന്നെ പല ആളുകളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിലങ്ങനെ എനിക്കൊരു അങ്ങനെ ഒരേപോലെ നിൽക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കുള്ളത് എനിക്ക് പടം വന്നാൽ മതി എന്നുള്ളൂ. വേറൊരാൾ ചെയ്യുന്നുണ്ടോ ഞാൻ ചിന്തിക്കാറില്ല. നമ്മൾ ഷാറുഖ് ഖാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല ചിന്തിക്കാനുമില്ല മോശം ചിന്തിക്കാനുമില്ല, സെൽഫ്ലെസ്ലി സെൽഫിഷ്. ആ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് കരിയറിൽ. ഞാൻ ഒരാളെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുമില്ല. ഞാനത് ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇവരെന്തിനതൊക്കെ അന്വേഷിക്കുന്നത്, നിങ്ങളുടെ സിനിമ ചെയ്യും, ഞാൻ എൻ്റെ സിനിമ ചെയ്യട്ടെ. സോ ഞാൻ ചിന്തിക്കാറില്ല ആരുടെയും കാര്യമായിട്ട്. ബോധേഡല്ല. അവരവരുടെ സിനിമയൊന്നും അവർക്ക് അവരുടെ കണക്ഷൻ അല്ലെങ്കിൽ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ അവർ മുൻപ് ചെയ്ത സിനിമയെ ബേസ് ചെയ്ത് അവർക്ക് വർക്കുകൾ വരുന്നു, അവർ ചെയ്തുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഒരു അങ്ങനെയാണെങ്കിൽ സിനിമ ഇത്ര നടന്മാരും നടികളും ഉണ്ടാവില്ലല്ലോ. ഒരു നടൻ ഒരു നടിയിൽ ഒതുങ്ങിയാൻ ഇപ്പോഴും ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ മതി എന്ന് പറഞ്ഞ് പോയാൽ ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് സിനിമകൾ ചെയ്യാൻ. ഞാനിപ്പോഴും സിനിമ കിട്ടുന്നുണ്ട്, സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും കോമ്പറ്റീഷൻ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്കൊന്ന് ഈ സിനിമകൾ വന്നാൽ മതി എന്ന് പറയുമ്പം 2014 ആംഗ്രി ബേബീസ് തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന സിനിമ വരെ ഏറെക്കുറെ 22-30 ഉള്ളിൽ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 2 മ്യൂസിക്കൽ വീഡിയോയും 3-4 ടെലിവിഷനാണോ സീരീസാണോ ഷോർട്ട് ഫിലിംസ്, 2-3 ഷോർട്ട് ഫിലിംസും 22-23 സിനിമകളുമാണ് വിക്കിപീഡിയ പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ. അത് ഇയർലി ഒരു 2 സിനിമ എന്ന് വെച്ച് കൂട്ടിക്കോ. സിനിമ ഇല്ലാതിരുന്ന വർഷങ്ങളുണ്ടോ? കോവിഡ് ആർക്കും സിനിമ ആ സമയത്ത്. പക്ഷെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു, അപ്പോഴും ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടിരുന്നു. സോ ഫില്ല് ചെയ്യാറുണ്ട് ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഈ സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? കാരണം വർഷത്തിൽ 2 സിനിമയാണ്. അതിഥിക്ക് വരുന്നതെല്ലാം സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യാം, ബാങ്ക് ബാലൻസ് വളരെയധികം കൂട്ടാം. ഈ ഇത്രയും സിനിമകളുടെ നമ്പർ ഓഫ് സിനിമകൾ എങ്ങനെയാണ് കുറവ് വരുന്നത്? എങ്ങനെയാണ്? അത്രയും നോക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? അല്ല, അത്രയും നോക്കിയിട്ടല്ല, അങ്ങനെ ഒത്തിരി വരുന്നതും ഇല്ല. ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി സ്ക്രിപ്റ്റുകൾ ഞാൻ ഡെയിലി ഒരുപാട് കേൾക്കുന്നു, അങ്ങനെയൊന്നുമില്ല. വരുന്നതിൽ നിന്ന് എനിക്ക് പറ്റുന്നത്, ഐ മീൻ നമ്മളെല്ലാം നോക്കുമല്ലോ. എനിക്ക് ആ ഫുൾ ടീം, ചിലപ്പോൾ ഒരാൾ കഥ പറയാൻ വരുമ്പോൾ തന്നെ ഓക്കെ നമുക്ക് ഈ ടീമായിട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൾ വരുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് സിറ്റിങ്ങിലൊക്കെ തന്നെ. അപ്പം അത് നല്ല അപ്രോച്ചൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഓക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ കഥ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത സിനിമകൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് സിനിമയുടെ ഭാഗമാകാൻ, ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അത് കരിയറിനെ ഒരു ഇതുവരെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല? കാരണം ഒരു സൈഡ് റോൾ പോലെ ക്യാരക്ടർ ഒന്ന് ചെയ്യുന്നു പോകുന്നു, അവരങ്ങനെ ചെയ്യും. ഇല്ല, പക്ഷെ ഞാൻ അതിനനുസരിച്ച് ചിലത് എടുക്കാറില്ല, അപ്പം അതിനനുസരിച്ച് വീണ്ടും മാറും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പം വലിയൊരു സിനിമയിൽ, ഇപ്പോൾ ജിത്തു സാറിൻ്റെ സിനിമയിൽ ഞാൻ നേരിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. കാരണം സാറാണ് എന്നെ ആദ്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ആ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടീമായിട്ട് എനിക്കൊരു ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് നോ പറയാൻ എനിക്കിഷ്ടമാണ് ആ ടീമിൽ വർക്ക് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്, ഒരു പാസിംഗ് ആണെങ്കിലും വിളിച്ച് ഞാൻ വരാട്ടോ. എനിക്കിഷ്ടമല്ലേ, ഞാൻ മറ്റുള്ളവരെ കാഴ്ചയിൽ കാണുന്നേക്കാൾ കൂടുതൽ എനിക്കൊരു സിനിമ ഞാൻ എടുക്കുന്നത് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സന്തോഷവും സമാധാനമായിട്ട് ഉറങ്ങണം. അതിപ്പോൾ പടം ഭയങ്കര ഹിറ്റോ സക്സസ് ഒക്കെ ആയിട്ടോ അവാർഡൊക്കെ കിട്ടിയിട്ട് എനിക്കതിലൊരു സന്തോഷം തരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ് ആ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥമുള്ളത്?
പോയിന്റാണ്. എനിക്കത് ചെറിയ വേഷമാണ്. ഞാൻ പറയണം അയ്യോ നല്ല ടീമായിരുന്നു, നല്ല സെറ്റായിരുന്നു, നല്ല വർക്കായിരുന്നു, എനിക്ക് അടിപൊളിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഞാൻ അൾട്ടിമേറ്റ്ലി നോക്കുന്നത് എൻ്റെ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ മറ്റുള്ളവർ പറയുന്നതല്ലേ, മറ്റുള്ളവർ പറയുന്ന നോക്കിയിട്ട് ജീവിക്കാൻ നിന്നാൽ ഒട്ടും പറ്റില്ല. അത് അവരുടെ കണ്ണിലെ സക്സസ് അല്ല നമ്മുടെ സക്സസ്. അത് വളരെ കറക്റ്റ് ഒരു പോയിന്റ് ആണ് കേട്ടോ. നമ്മൾ ഹാപ്പി ആവുന്നത് തന്നെയാണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഇപ്പോൾ ഒരു 10 പേര് പറയാണ് ചേട്ടൻ നല്ല അടിപൊളി ലൈഫാണ് അവൻ്റെ, അവർ പറയുന്നതിലല്ല ചേട്ടൻ്റെ സക്സസ് ഇരിക്കുന്നത്. നമ്മളുടെ തോന്നലാണ് ഞാൻ ഓക്കെ ആണെന്നുള്ള. ഇപ്പം എനിക്ക് അവാർഡും എല്ലാം ഉണ്ട്, പക്ഷെ ഉറങ്ങുമ്പോൾ ഒരുപാട് മനസ്സമാധാനം ഇല്ല എനിക്ക്. പലരുമായിട്ടും പല ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല. പക്ഷെ പുറമേക്ക് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഒരു അവാർഡ് മേടിക്കാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിലും സന്തോഷം കാണാൻ പറ്റുന്നതായിരിക്കണം ശരിക്കുള്ള സക്സസ്. അപ്പം എനിക്കതുകൊണ്ട് അത് നിർബന്ധമാണ്. ഈ മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു വാക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ ഈ മനസ്സമാധാനം കിട്ടുന്നത് എങ്ങനെയായിരിക്കും ഒരു പക്ഷെ അതിഥിയെ സംബന്ധിച്ച്? അതിലൊരു ടെൻഷനുള്ളൊരു എന്തെങ്കിലും ഒരു ടെൻഷൻ അതിഥിക്കുണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ കരിയറിലോ പേഴ്സണൽ ലൈഫിലോ എന്തെങ്കിലും ഒരു ടെൻഷൻ, അതിഥി സ്വയം കാം ആവുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അതിഥിയുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ തന്നെയാണ് ഞാൻ അതിലിരിക്കും കുറച്ചു നേരം. ഒരു പ്രശ്നത്തിലാണെങ്കിലും ടെൻഷനിലാണെങ്കിലും ഞാൻ അതിൽ തന്നെ ഇരിക്കും. ഞാൻ അത് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മളെപ്പോഴും ഫേസ് ചെയ്യുക, നമ്മൾ അതിൽ ഗോ ത്രൂ ചെയ്യുക, സിറ്റ് വിത്ത് ഇറ്റ്. ഒരു ടെൻഷൻ ആണെങ്കിലും എന്താണെങ്കിലും അൾട്ടിമേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തിങ്ക് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ അൾട്ടിമേറ്റ് ചിന്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ സംഭവം ഇതിൻ്റെ ഡ്യൂറേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ഫുള്ള് ടെൻഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും അത്. നമ്മളത് പെട്ടെന്ന് മാറ്റാൻ വേണ്ട, എന്നൊരു സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരിക്കാം, ശരിയാവില്ല. അല്ലെങ്കിൽ ചിലർ വേറെ പലതും മാർഗ്ഗങ്ങൾ നോക്കുമായിരിക്കും അതിൽ നിന്ന് മൈൻഡ് മാറ്റാൻ. ഒന്നും മാറില്ല, വീണ്ടും അതിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് വരും. എസ്കേപ്പ് ആവാൻ നോക്കുന്തോറും അതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് കിടക്കാം. വായിക്കില്ല? വായന നന്നായിട്ട് വായിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനിപ്പോൾ സംസാരത്തോടെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒട്ടും വായിക്കില്ല? ഇല്ല, വായന വളരെ കുറവാണ്. പക്ഷെ ഞാൻ കുറേ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ഒരുപാട് നല്ല വായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. ഇൻ്റർവ്യൂസും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരാൾ പറഞ്ഞു തരുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കൂടുതലും എൻ്റെ ചേട്ടനായിട്ട് ഒരുപാട് സംസാരിക്കും. ആൾ വായിക്കും, ആൾ ഒരുപാട് കാണും, ഒരുപാട് ഗുരുക്കന്മാരുടെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ ഞങ്ങളത് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇന്ന് കരുതി ഭയങ്കര അയ്യോ അതല്ല കേട്ടോ, ആവശ്യമുള്ള സാധനങ്ങൾ പിക്ക് കഴിഞ്ഞ് എന്താണ് ഇപ്പം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് അവെയർ ആവാറുണ്ട്. മനസ്സമാധാനം കണ്ടെത്താൻ പറ്റുക അല്ലെങ്കിൽ ഒരു എന്തിനാ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ തന്നെ ഫുള്ള് നിങ്ങളിരുന്ന് കാണും, ഭയങ്കര മാറ്റം ഉണ്ടാവും. കാഴ്ചപ്പാട് മാറ്റം ഉണ്ടാവും ലാലേട്ടൻ്റെ ഒക്കെ. ഭയങ്കര എന്ത് പ്രശ്നം വന്നാലും അത് ഇപ്പൊ ആദ്യമൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നാറില്ല. ഇപ്പൊ കാണുമ്പോൾ ഇത് എങ്ങനെയല്ലേ, ഭയങ്കര ഈസി ആയിട്ട് തമാശയായിട്ടും പലതും പറഞ്ഞു പോകുന്നത് ഭയങ്കര അയാൾ എന്നെ പറ്റി പറഞ്ഞു, അത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴേ ഞാൻ എന്താ മോനെ നിന്നോട് ചെയ്തേ, അതൊക്കെ ഭയങ്കര അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും. തരുൺ പറഞ്ഞല്ലേ എന്ത് ചെയ്തു പറഞ്ഞ അത് കളയുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ. നമ്മൾ അങ്ങനെയിരിക്കും, ഓ ഇവൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കമന്റ് കണ്ടാൽ നമ്മൾ അതിലിരിക്കും. അത് വിട്ട് കളയാന്നുള്ളത് വലിയ കാര്യമല്ലേ ഇപ്പോഴത്തെ കാലത്ത്. സോ അത് 2-3 കണക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ പിന്നെ സെറ്റാവും. അതിന് ശരിക്കും ഒരു മീ ടൈം ഒക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്ത്? മീ ടൈം കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ചിന്തിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്തിക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കുറേ പാസ്റ്റും കാര്യങ്ങളൊക്കെ ലൈഫ് ഇങ്ങനെ ജേണിയൊക്കെ ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഇഷ്ടം അത് ആലോചിക്കുമ്പോൾ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു സന്തോഷമില്ലേ, കിക്ക് കിട്ടും. അത് ശരിക്കും അങ്ങനെയാണല്ലേ, നമ്മൾ പണ്ട് കഴിഞ്ഞു പോയതോ ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, നമ്മൾ അന്നും ദൂരം ടെൻഷൻ അടിച്ചു. ഞാൻ 5 വർഷം മുമ്പ് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാര്യം ഇന്നാലോചിക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കിക്കാ. അതുകൊണ്ടാണ് ഇന്നൊരു വിഷമം വരുമ്പോൾ ഇത് നാളത്തേക്കുള്ള കോമഡിയാണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും, എനിക്ക് ഇഷ്ടം അതൊക്കെ. ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയാണ് കാഴ്ചപ്പാടിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ ഏതൊരു ഫോട്ടോയിൽ ഒരാൾ കമന്റ് ഇട്ടാന്ന് തോന്നുന്നു, അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പിന്നീട് ഓർക്കുമ്പോൾ ചിരിക്കും. അന്ന് ചിരിച്ചതെല്ലാം നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ കരയും എന്ന് പറഞ്ഞ പോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികൾ
മാറുന്നതായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കില്ല. ഇല്ല, ടെൻഷൻ അടിക്കണം. ടെൻഷൻ വരുമ്പോൾ അതിലിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓടിപ്പോകരുത് അതിൽ നിന്ന്. ആ ടെൻഷൻ അടിച്ചങ്ങ് തീർക്കണം. പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര നമ്മളെ ഏൽക്കില്ല. നമ്മൾ പറയില്ല ഒരു കാര്യം ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ സദ്ഗുരുവൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മങ്കി എന്നുള്ളൊരു വേർഡ്, നിങ്ങളൊരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുരങ്ങനെ കുറിച്ച് ഇപ്പോൾ കുരങ്ങനെ ഇരിക്കുന്ന ചാടുന്നൊക്കെ ഓർമ്മ വരും ആ വേർഡ് പറഞ്ഞ്. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഇത് ചിന്തിക്കേണ്ട, അപ്പം എത്രത്തോളം അതിനെ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പുറകെ വരുന്നവർ. അതേസമയം ആണല്ലേ ഓക്കെ ടെൻഷൻ, അതിനെ മാത്രം ചിന്തിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അത് പോകും. ഞാൻ അങ്ങനെ ചെയ്യാം, ഭയങ്കര ഈസിയാ, വർക്കാവുന്ന പരിപാടിയാണ് സത്യമായിട്ട്. പ്രശ്നം വരുമ്പോൾ എല്ലാവരും അങ്ങനെ അപ്ലൈ ചെയ്യട്ടെ. തീർച്ചയായിട്ടും എന്നെ ഇതെല്ലാരും കൂടെ സദ്ഗുരു അതിഥി. അയ്യോ ഈശ്വര. അല്ല പക്ഷെ കറക്റ്റ് പോയിന്റ്സ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട, അതങ്ങ് വിട്ടേക്ക്, സ്ക്രോൾ ചെയ്ത് വിട്ടേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഓണം സമയമാണ്. ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിൽ കൂടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ ഞാൻ അമ്പലത്തിൽ പോയതൊക്കെ ആയിരിക്കും ഓർമ്മ, അല്ലെങ്കിൽ നാടകം കാണാൻ പോയത്. ചില മണങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കും, ചില ഫീലിങ്സ് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. ആ സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ 10 വർഷം മുൻപ് ഈ പാട്ട് കേട്ട മൂഡ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അങ്ങനെ ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ ശരിക്കും ഓർമ്മ? എനിക്ക് എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ അതൊക്കെ തന്നെ. ഇപ്പോൾ ഓണത്തിന് ഞങ്ങളുടെ കൂടുതലും വരുന്ന, എൻ്റെ അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പം അച്ഛനില്ല മിക്ക ഫെസ്റ്റിവൽസിനും. ആ സമയത്തൊന്നും അച്ഛൻ അങ്ങനെ വരാൻ പറ്റാറില്ല. അപ്പം ഞങ്ങൾ അമ്മയും മക്കളും ഞങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു എപ്പോഴും ആ സമയത്ത് ചെറിയ സങ്കടമൊക്കെ ആയിരുന്നു. എപ്പോഴും ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ആൾ വന്നില്ലല്ലോ, കുഞ്ഞിലേ ചോദിക്കുമല്ലോ, അച്ഛൻ വരില്ല, അന്നറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ വലുതായപ്പോഴാണ് സിറ്റുവേഷൻസ് മനസ്സിലാകുന്ന, ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോഴും എന്തോ ഒരു മിസ്സിങ് ആണ് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ യൂസ് ടു ആയി, വലുതാവും തോറും പിന്നെ നമുക്ക് ഓക്കെ കുഴപ്പമില്ല, മനസ്സിലായി അങ്ങനെ. പക്ഷെ എന്നാലും നമ്മൾ പിള്ളേർ സെറ്റ് ആസ്വദിക്കുക എന്നുള്ളൊരു അത്രേ ഉള്ളൂ. ഉത്സവത്തിനൊക്കെ പോകുന്നൊക്കെ തന്നെ, ഉത്സവം നാടകം കാണാൻ പോയിട്ടുണ്ട് ഞാൻ. വല്ലാത്തൊരു ഫീലല്ലേ ശരിക്കും? ഭയങ്കര ഫീലായിരുന്നു. അങ്ങനെയൊന്നും പോകലില്ലല്ലോ. ഫ്രീഡത്തിന് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു ഇപ്പം അത് കുറഞ്ഞു, അത് പോയി കാണണം. ഇപ്പം ഞങ്ങൾ ഇടയ്ക്ക് ചിന്തിക്കും ഒന്ന് പോകണം. ഞാൻ ഈ അടുത്ത് ഈ കഥകളിയൊക്കെ കാണാൻ തൃപ്പൂണിത്തറയിലൊക്കെ, അത് കണ്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനത്തെയൊക്കെ ഇപ്പം കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ പോയി കണ്ടിരുന്നു ഇപ്രാവശ്യം ഉത്സവമൊക്കെ വന്നപ്പോൾ. പക്ഷേ ഇപ്പം അത്രയും ഫ്രീ ആയിട്ട് കാണാൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എവിടുന്ന ക്യാമറ ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്നു ഓരോ ചാനലുകൾ. ആണോ? അപ്പോൾ ഒരു ആസ്വദിക്കാനും പറ്റില്ല, അവിടെ ക്യാമറ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞവരങ്ങ് പൊക്കോളും, ശല്യമില്ല. ഈ വൈകുന്നേരങ്ങളിൽ ഒരു 5-5:30 സമയത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആനകൾ പോകുന്നു. വല്ലാത്തൊരു ഫീലാണ്. കാരണം എന്റെ തൃശ്ശൂരാണ് നാട്, പൂരങ്ങളുടെ നാടാണ്. അപ്പോൾ ഉത്സവ സമയത്ത് ഫുള്ള് തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ ആറാട്ടുപുഴ പൂരം, അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് എല്ലാ ആനകളും പോവാം. അപ്പം ഞാൻ ആനപ്രേമിയാണ്. അതാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെയുള്ള ഓർമ്മ. ആന ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തത്. അപ്പം നമ്മളന്ന് കുഞ്ഞാണ്. അപ്പം എന്നെ എടുത്ത് കൊടുക്കുമ്പോൾ ഈ ഫുൾ കൈ പോവും വായിലേക്ക്, അത്രയും ചെറുതാണ് ഞാൻ. അപ്പൊ അതൊക്കെ ഭയങ്കര ഓർമ്മ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു, ബാസ്റ്റ്യൻ പേര് ആന ഉണ്ടായിരുന്നു. അതെപ്പോഴും ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ വെള്ളം പഴമൊക്കെ കൊടുക്കാറുണ്ട്. അത്രയും മെമ്മറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആനപ്രേമിയാണ്. എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കണ്ടാലും പോയി ആനയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പേടിയില്ല. ആനനെ ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂരുകാരുടെ ഒരു അതിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ ഈ ആനക്ക്? ഇല്ല, അന്ന് ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോ ഒന്നും അങ്ങനെയല്ല, അന്നൊന്നല്ല, അന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ അങ്ങനെ സെൽഫി അതൊന്നും ഇല്ലല്ലോ. എന്നൊക്കെയാണ് ഞാൻ സെൽഫി ഒക്കെ എടുത്തത്. ഇന്നുണ്ട് കുറെ ആനകളുടെ കൂടെയുള്ള. ഇപ്പോഴും ഈ ആനാന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഒരു വികാരം തന്നെയാണ്. ആന ഒരു എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആനനെ കാണുമ്പോൾ, എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ആനനെ കാണുമ്പോൾ. ഇത് ഞാൻ ചോദിച്ചോട്ടെ, കുറച്ചാൾ മുൻപ് ഈ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റ്സും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അപ്പം ആനപ്രേമികൾ ആനയ എന്ന് പറയുന്ന ഒരു ജീവിയെ അല്ലെങ്കിൽ മൃഗത്തെ
കാലും കൈയും കെട്ടിയിട്ട് ഈ ചൂടിൽ കൊണ്ടുവന്ന് നിർത്തി അവരങ്ങ് ആഘോഷിക്കുകയാണ് അവരുടെ ആനപ്രണയം. പക്ഷെ ആ മൃഗത്തിന് അത് എന്തോരം ദ്രോഹമാണ് ചെയ്യുന്നത്. കാട്ടിൽ മേഞ്ഞു കിടക്കേണ്ടതിനെ ഇങ്ങനെ കൂച്ചുവലം കിട്ടി ഇത്രയും ചെണ്ടമേളത്തിന്റെയും അല്ലെങ്കിൽ വെടിക്കെട്ടിന്റെയും നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇവര് കിടന്ന് ആർപ്പ് വിളിക്കുകയാണ്. ഇതാണോ ആനസ്നേഹം എന്ന് പറയുന്ന പല ഡിബേറ്റ്സ് നടന്നിരുന്നു. അതിനെപ്പറ്റി എന്താ പറയാനല്ലേ? ഇതിപ്പോ ആനപ്രേമി പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചാണ്, ഇതൊരു നമ്മുടെ ടോപ്പിക് അല്ല. പ്രശ്നമില്ലാത്ത ആനയ്ക്ക് പ്രശ്നമില്ല, കണ്ടു നിൽക്കുന്ന ഇവിടെ എപ്പോഴും അതാണല്ലോ ഡിബേറ്റ്. ആ പർട്ടിക്കുലർ ടീമിനൊരു പ്രശ്നം ഉണ്ടാവില്ല, കാണുന്നവർക്കാണ് എപ്പോഴും പ്രശ്നം അല്ലേ? ആനയ്ക്ക് പ്രശ്നമില്ല. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഫുഡും കഴിച്ച് ഭയങ്കര അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നത്. അവിടെ ആനയൂട്ടൊക്കെ കണ്ട ഭയങ്കര രസമുള്ള. പിന്നെ നമുക്ക് ആനേനെ അങ്ങനെ അഴിച്ചു വിടാം. ഇപ്പൊ പറഞ്ഞില്ലേ കൂച്ചുവല്ലെങ്കിൽ നമുക്ക് ഒരു ആനേനെ ഇഷ്ടമെന്ന് കരുതി അന്ന് ഇറങ്ങി ഓടിക്കോന്ന് പറയാൻ പറ്റില്ല. ആനേനെ അങ്ങനെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. സോ പിന്നെ ഓരോന്നിനും ആനയ്ക്ക് പകരം നമുക്ക് പോയി എഴുന്നള്ളിപ്പിൽ നിൽക്കാൻ പറ്റില്ല. ആന പറഞ്ഞ ഞങ്ങൾ നിൽക്കാന്ന എന്നാൽ ഓരോന്നിനും ഓരോ ഭംഗിയുണ്ടല്ലോ. അതിനെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്യുന്നതിലാണ് എനിക്ക് എതിർപ്പ്. ഓരോന്നിനും ഓരോരുത്തരുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരുള്ളത്. അതിൻ്റെ ഭംഗിയിൽ അങ്ങോട്ട് ആസ്വദിച്ച് കിട്ടും. പിന്നെ അവരെ ഉപദ്രവിക്കുന്നു അതിനൊക്കെ വരുമ്പോൾ അതിനെതിരെ എടുക്കാനുള്ള ഒരു ടീമുണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവായിരിക്കാം. അത് വരുമ്പോൾ ചോദ്യം ചെയ്യും. ആനയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്, തല്ലുന്നതും ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെ കണ്ട അതൊക്കെ ഇപ്പം എത്രയോ പേര് കുടിച്ചിട്ട് അതിനെ അടിക്കുന്നതും തടിയെടുപ്പിക്കാൻ കൊണ്ടുവന്നൊക്കെ. ഈ തടി എടുക്കണമെങ്കിൽ ആനയ്ക്ക് പറ്റൂ, അത് അതിൻ്റെ ഒരു രീതിയിൽ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനെ ഒത്തിരി ടോർച്ചർ ചെയ്യുമ്പോഴാണ് അതിനൊരു നടപടിയൊക്കെ എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷെ ആനയ്ക്ക് കുഴപ്പമില്ല. ഞാൻ എത്ര ആന ആസ്വദിച്ച് നിൽക്കുന്ന കറക്റ്റ് സമയത്ത് ഭക്ഷണം, അതിൻ്റെതായ ഒരു റുട്ടീനുണ്ട്. ആനയ്ക്ക് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ ആനയ്ക്ക് വിശക്കുന്ന അല്ലെങ്കിൽ ആനയ്ക്ക് ഇറിറ്റേഷൻ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന പാപ്പന്മാരും അതിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് ആനയ്ക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക്. ഞാൻ തമാശയായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്കിപ്പോൾ മനസ്സിലായ അതിഥി പറയുമ്പോൾ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായ സീനാണെന്നറിയോ? മറ്റേ നാഗവല്ലിയുടെ കാശിമാല ഇങ്ങനെ പറഞ്ഞ മറ്റേ ഗംഗയിലെ മറ്റേ എനിക്ക് അതാ ഓർമ്മ. സത്യം പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയി. ഒരു തൃശ്ശൂരുകാരിയാണ് ഞാൻ കണ്ടത്. എനിക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നു. അല്ല ഞാനത് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ നമ്മളിപ്പോ പെട്ടെന്ന് ആനയെ കണ്ട ഇത് ഏത് ആനയാണെന്ന് പറയാൻ പറ്റും? ഫേമസ് ആയിട്ടുള്ള ആനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും തിരിച്ചറിയാൻ? അല്ലല്ല, അത് കുറച്ചൊക്കെ തെറ്റി പോകാറുണ്ട്. എനിക്ക് അതായത് ഒരു ആനയായിട്ടും ഒരുപാട് നേരം നിന്ന് ഞാൻ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. എനിക്കിപ്പോ രാജേന്ദ്രനെ എവിടെ വെച്ച് കണ്ടാലും, മനുഷ്യരി രാജേന്ദ്രൻ ഉണ്ട് ഒരാന, ആനയെ കണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിന്റെ രൂപമൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. മനുഷ്യരി രാജേന്ദ്രൻ നല്ല കൊമ്പുള്ള ഒരു ആനയാണ്. അത് ഇവിടെ വരിക്കാശ്ശേരി മന ആ ഭാഗത്ത്. അപ്പൊ അവരിപ്പോ ഒരു എഴുന്നള്ളിപ്പിനൊക്കെ മുമ്പ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനത്തെ. പിന്നെ കർണനല്ലല്ലോ, ഒരു ആന കൂടെ ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. കണ്ടിട്ടില്ല, പക്ഷെ ഞാനത് അകലേന്ന് കണ്ടിട്ടുള്ളൂ. ആളെ കാണാന്ന് പറയുന്നത് നമ്മൾ വലിയ ഈ ആനകൾക്കൊരു ഫാൻസ് ടീമുകളൊക്കെ ഉണ്ട്. അവര് നമ്മുടെ നാട്ടിലെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറയുന്ന പോലെ ഉണ്ട് ആനകൾക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അതൊക്കെ ഭയങ്കര അതിൽ ഒരു ആനനെ കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ എനിക്ക് രജനീകാന്തിനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ആനനെ കാണാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ആനപ്രേമി എന്ന നിലയ്ക്കാണ്, ക്ഷമിക്കുക. നമ്മുടെ ഓഫീസിൽ ഒരു ആനപ്രേമി ഉണ്ട്. അവൻ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ കണ്ടാ ഇത് ആന, അവന് ഈ ആനപ്രേമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്ററാണ് ആക്ച്വലി. അവന് 10-30 ആനകളെ കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് വിടുന്ന അതും കൂടെ ഒരു സൈഡായിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭീകരമായിട്ട് അവൻ ഈ ആന സ്നേഹം ഞങ്ങളുടെയൊക്കെയാണ് കളിയാക്കുകയും ചെയ്യും. പുതിയ കഥയൊന്നും ഇല്ല ആനന്. ദത്തെന്നാണ് അവന്റെ പേര്. ഇപ്പം നമ്മൾ ഇപ്പൊ ഫെസ്റ്റിവലും പറഞ്ഞു, ഇപ്പൊ അച്ഛനെ ഒക്കെ മിസ് ചെയ്തിരുന്നു ഫെസ്റ്റിവൽ സമയത്തൊക്കെ പറഞ്ഞു. ഇപ്പം ആ സമയത്ത് എപ്പോഴും നമ്മൾ ഫാമിലിയാണ് നമുക്ക് എല്ലാം മേടിച്ചുകൊണ്ട് തരുന്നത്. ഇപ്പൊ ചെറിയൊരു 10 രൂപയുടെ കളിപ്പാട്ടമാണെങ്കിൽ പോലും നമുക്കൊന്ന് അത് നിധിയാണത്. ചെറിയൊരു എമൗണ്ടിന്റെ എല്ലാവരും കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം അതിനൊക്കെ ശേഷം നമ്മൾ വളർന്നു വലുതാവുന്നു, നമ്മൾ ഒക്കെ എന്താണ് സ്വന്തമായിട്ട് സമ്പാദ്യം വരുന്നു. ഈ തിരിച്ചച്ഛനും അമ്മയ്ക്കും ഒരു 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 അവരെയും കൊണ്ടൊരു നമുക്കിത് കടപ്പാടെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ഇങ്ങനെ ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി അതിഥിയുടെ ഭാഗത്തു നിന്ന് വന്ന ഫസ്റ്റ് ആദ്യമായിട്ടൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് അതിഥി സമ്പാദിക്കുന്ന
ഒരു എമൗണ്ട് കയ്യിലേക്ക് വരുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അതിഥി ചെയ്ത ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അതിഥി ചെയ്ത ഒരു കാര്യം എന്താ? അവര് വെഡിങ് ആനിവേഴ്സറിക്ക് റിങ് എക്സ്ചേഞ്ച് ഓക്കെ. അതാണ് ചെയ്തത്. അതിന് മുന്നേ നമ്മൾ ഓരോന്നൊക്കെ മിക്കപ്പോഴും ഞാൻ കിട്ടുന്ന കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. പിന്നെ അവരെന്നെ അച്ഛൻ തന്നെ പറഞ്ഞില്ല നിനക്ക് നമ്മളതൊന്ന് സെപ്പറേറ്റ് ആക്കുമല്ലോ, ഈ ഇൻഡിപെൻഡൻ്റ് ആക്കാന്ന് പറയില്ല അതിൽ. അപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുന്ന ഒരു ഇതിൽ വെച്ചപ്പം അങ്ങനെ മാറിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ അച്ഛനമ്മയ്ക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ഒരു റിങ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ആയിട്ട് അങ്ങനെ അവർക്ക് ഷൈ ആയിരുന്നു, അതൊന്നും എടുക്കണ്ടെന്നുള്ളത്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു? അതാ 24ാമത്തെ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഓക്കെ. ഞാൻ ഈ ചേട്ടൻ എവിടെയാ എന്താ ചെയ്യുന്നത്? ആൾക്ക് ബിസിനസ്സാണ് സ്പൈസസിന്റെ. അപ്പോൾ അത് ഹൈദരാബാദിലും അങ്ങനെ ദുബായ് അങ്ങനെ ആള് കണക്ക് നോക്കുന്നതെന്നുള്ളൂ. അപ്പൊ പോയി വന്നാൽ മതി ഇടയ്ക്ക്. നിങ്ങൾ 3 പേരല്ലേ? 3 പേരാ. ചേച്ചിയുണ്ട്, ചേട്ടൻ, പിന്നെ ഞാൻ. ചേച്ചി എവിടെയാണ്? ചേച്ചി മാരീഡ് ആണ്, 2 കുട്ടികൾ, ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നു. മ്യൂസിക് ടീച്ചറൊക്കെ ആയിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി വീട്ടിലെ ടീച്ചറാ. അതാണ് ഏറ്റവും വലിയ ജോലി. അത് വലിയ ജോലിയാന്ന് പറഞ്ഞു. അതിഥി പാടില്ലേ? ഇല്ല, ഞാനും അച്ഛനൊക്കെ മറ്റേ ബാത്റൂം സിംഗർ. അമ്മ, ചേട്ടൻ, ചേച്ചി, അവര് 3 പേരാണ് സിംഗേഴ്സ്. പാടുന്നത് പാട്ട് തന്നെയുള്ളൂ. അത് പാടാൻ ആരും കേൾക്കില്ലല്ലോ, അതല്ലേ ബാത്റൂം സിംഗർ എന്ന് പറയുന്നത്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റും. ആ എക്കോല് പാടാൻ ഇത്ര ബെറ്റർ ആയിട്ടും കോൺഫിഡന്റോട് കൂടി പാടാൻ പറ്റുന്ന ബാത്റൂം. എന്റെ നാട്ടിലൊരു ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഇതൊക്കെ കണക്ട് ആയിട്ട് എനിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞു ഇപ്പം എന്റെ നാട്ടിലൊരു ശെൽവ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോ തൃശ്ശൂർ സെറ്റിൽ ചെയ്തേക്കുക. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരും, അല്ലെങ്കിൽ ഞാൻ പാടിയ പാട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒഴിഞ്ഞ ഒരു കമ്പനി ഉണ്ട്, ഈ പ്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. വീടിന്റെ ഫ്രണ്ടിൽ ഒരു പാടത്തിന്റെ കയറിലെ കമ്പനി. ഈ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ അത് വെറുതെ കിടക്കുക, ഒരു വലിയൊരു ഹാളാ. ഇതിന്റെ നടുക്ക് പോയിട്ട് പാടും. അപ്പൊ ഇതിങ്ങനെ എക്കോ അടിക്കും. അപ്പൊ യേശുദാസ് തോറ്റു പോലെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഞങ്ങളൊക്കെ വെച്ചു ഇവൻ ഇത്ര നന്നായിട്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലായി എക്കോയുടെ സൗന്ദര്യം നമ്മൾ കേൾക്കണത്. അതുപോലെ എക്കോ ഇട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി പാടാല്. പിന്നെ പാട്ട് വെച്ച് കൂടെ പാടാൻ നന്നായി പാടും. എനിക്ക് ഏറ്റവും ഇഷ്ടം പാടാൻ ഇപ്പൊ കാറിലിരുന്നിട്ടാ. കാറിൽ പാട്ട് വെച്ചിട്ട് അത് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ചേട്ടനും ഞാനും പോകുമ്പോൾ ഞാൻ ലിറിക്സ് വയ്ക്കും, പാട്ട് വയ്ക്കും. ഭയങ്കര ഇഷ്ടമാണ് കാറിൽ പാട്ട് പാടിപ്പോ. അത് സ്ഥിരം പരിപാടിയുണ്ട്. കാരണം നമ്മുടെ പിച്ച് ഔട്ടൊന്നും അറിയില്ല. കാറിൽ നല്ല രസമാണ് പാടാൻ. എല്ലാ കുരുത്തക്കേടും ചേട്ടനുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, എല്ലാത്തിനും ഉണ്ട്. ഈ കാറിൽ പോകുമ്പോൾ ചിലവർ വളരെ മെലോഡിക് ആയിട്ട് പാട്ട് വെക്കും, ചിലവർ മറ്റേ ഗില്ലിക്കകത്ത് ഇങ്ങനെ അതൊക്കെ ഉണ്ട്. ഏത് അത് വരുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും. പിന്നെ പാട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു മെലഡീസ് വെക്കുകയാണെങ്കിൽ പയ്യെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. പയ്യെ ഡ്രൈവിംഗ് ഒന്ന് സ്ലോ ഡൗൺ ആവുന്നൊക്കെ കാണാം. അർജുനൽ വില്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വച്ചിടുമ്പോ എന്റെ വൈഫ് പറയും ആ പാട്ട് വേണ്ട മാറ്റി. എനിക്ക് പെട്ടെന്ന് എത്തണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും ചേട്ടാ എനിക്ക് പെട്ടെന്ന് എത്തണം. അപ്പൊ ഞാൻ ഈ പാട്ടിൽ ഞാൻ ചേഞ്ച് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് പോകും. നൈസായിട്ട് പാട്ട് മാറുമ്പോൾ അതിനനുസരിച്ച് സ്പീഡ് കൂടും. അതിഥി ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെ? ശരിക്കും നോൺ അടങ്ങിയേ തീരുള്ളൂ, ഫിഷ് വേണം? ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. ഫുഡ് ഇത് വേണം, അതുണ്ടെങ്കിലേ കഴിക്കൂ. ഒരു നേരം എന്തായാലും എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വേണം, അങ്ങനെ എന്തെങ്കിലും? ചോറ് ഇഷ്ടമാണ്, അത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. പക്ഷെ കറികൾ അങ്ങനെ ഇന്നത് വേണം നിർബന്ധം. എനിക്ക് ഒരു കറി ഉണ്ടായി എല്ലാവരും പറഞ്ഞു കേൾക്കും, പല കറികൾ, പല സെറ്റ് ഓഫ് കറികളും ചോറൊക്കെ കഴിക്കാൻ ഓരോരുത്തർക്ക് ഇഷ്ടം. എനിക്ക് ചോറും ഒരു കറി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കറി എടുക്കത്തുള്ളൂ. എനിക്ക് അങ്ങനെ കഴിക്കാനേ പറ്റാറുള്ളൂ. എനിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാം കൂടെ കണ്ടാൽ ഞാനിങ്ങനെ എനിക്ക് വേണ്ടത്. ഓരോ ഫംഗ്ഷനൊക്കെ മുമ്പ് എനിക്ക് മൊത്തത്തിൽ മടുക്കും. പക്ഷെ എനിക്ക് അമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒറ്റ കറി മാത്രം സെപ്പറേറ്റ് എടുത്ത് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയിരുന്ന് കഴിക്കുക, ടീയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുക, അടുക്കളയിൽ ഇരുന്ന് കഴിക്കുക, ആ കൂട്ടത്തിലാണ്. ഒരിക്കലും നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത് വളരെ അപൂർവമാണ്. അത് ഡൈനിങ് ടേബിളിൽ തന്നെ ഉണ്ടെന്ന് കഴിക്കും. അല്ല, ഡൈനിങ് ടേബിളും പിന്നെ സെറ്റിൽ ടി വി കാണുമ്പോൾ ഇരുന്ന് കഴിക്കും. ബെഡ്റൂമിലേക്ക് ഫുഡ് കൊണ്ടുപോകാൻ അങ്ങനെ സമ്മതിക്കാറില്ല. പറ്റുമായിരുന്നു, പക്ഷെ സമ്മതിക്കില്ല. നമുക്ക് അത് സെലിബ്രിറ്റിയാണ് പുറത്തുള്ള. ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞ മോളാണ്. ഇപ്പൊ എന്തെങ്കിലും അറിയുമ്പോൾ ഒരു അടി കൈക്കട്ട കിട്ടിയിട്ടുണ്ടോ അമ്മയുടെ ഭാഗത്തുനിന്ന്? ഇപ്പൊ ഇല്ല, ഇപ്പൊ കുറെ നാളായിട്ട് അമ്മ നല്ലപോലെ അടിച്ച് വളർത്തിയ 3 പേരാ ഞങ്ങള്. 3 പേര് നല്ലപോലെ ആവശ്യത്തിന് വഴക്കും അതിന്റെയൊക്കെ ഒരു പാമ്പറിങ് ശരിക്കും അച്ഛനായിരിക്കും വല്ലപ്പോഴും വന്ന്. അച്ഛൻ പാമ്പർ ചെയ്യും. ഞാൻ അച്ഛന്റെ ഉണ്ണിമോളാണ്. അപ്പം അത് അതിന്റെ ഇതുണ്ട്, പാമ്പറിങ്. അമ്മയുണ്ട്, നന്നായിട്ട് കൊഞ്ചിക്കും, എല്ലാം ഉണ്ട്, മിക്സ്ഡ് ആണ് അവിടെ. എല്ലാം ഒന്നിനും ഒരു കുറവൊന്നുമില്ല. പക്ഷെ അടി കിട്ടണത് അടിയും തരും. അതിനും ഒരു. അമ്മയുടെ പേര് ഗീത. ഓക്കെ. ഈ നമ്മൾ TV കണ്ടുകൊണ്ട് ചോറിനെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ നമ്മൾ ഈ എല്ലാ ഒട്ടുമിക്ക ആളുകളും ഈ ഉച്ചപ്പടങ്ങൾ എന്ന് പറയുന്ന ഒരു
കൂട്ടം സിനിമകളുണ്ട്. ചിലപ്പോൾ ഒരു 90കളിലെ സിനിമകളായിരിക്കും, അത് ദിലീപ് സിനിമകളായിരിക്കാം, ലാലേട്ടൻ ജയറാമേട്ടൻ്റെ ഒക്കെ പടങ്ങളായിരിക്കാം. ആ കൂട്ടത്തിൽ തന്നെ പെടുന്ന ഒരു വ്യക്തിയാണ് അതെ അതെ. ആദിതി. അയ്യോ, ഞാനും എൻ്റെ ചേട്ടനും ഞങ്ങൾ കറക്റ്റാണ്. എനിക്ക് സിനിമ വേണം ഭക്ഷണം കഴിക്കുമ്പോൾ. എനിക്കും അതെ. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. ആ സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നും. വിശപ്പും കറക്റ്റ് ആയിരിക്കും. പഴയ സിനിമകൾ നമ്മൾ അറിയാതെ 90കളിലെ ഇത് സിനിമകളാണ്. ദിലീപേട്ടൻ്റെ, ലാലേട്ടൻ, ജയറാമേട്ടൻ്റെ അവരുടെ ആ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് CD മൂവ്സ് എന്നൊക്കെ പറയാം. പിന്നെ CD മൂവ്സ് ഒക്കെ വെട്ടൊക്കെ ഒരു ലോഡ് ടൈം കണ്ടിട്ടുള്ള സിനിമ. അതുപോലൊക്കെ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ശരിക്കും. ശരിക്കും പറഞ്ഞാൽ ആദിതി രവി എന്ന് പറയുന്ന ആക്ട്രസിനെ ശരിക്കും മലയാള സിനിമയിലെ ടെക്നീഷ്യന്മാർ അത്രയും ആ ഒരു കാലിബർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എങ്ങനെ പറയാ, അങ്ങനെ റോള് 100% തൃപ്തിയാണോ കരിയറിലാണോന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് ഞാൻ. തൃപ്തിയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പിന്നെ ആരും ആവില്ല. നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യണം എന്ന് പറയില്ല. ഞാൻ ഹാപ്പിയാണ്, അതിന് കുറവില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തൃപ്തി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, അത് പോരണം കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ചെയ്യണം തന്നെയല്ലേ തോന്നുള്ളൂ. തൃപ്തി ഉണ്ടാവുന്ന ഒരു ആക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല എനിക്ക് തോന്നുന്നു, ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാ, തൃപ്തിയല്ല. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഈ ഒരുപാട് സൗഹൃദ വലയങ്ങളുണ്ടാവും. ഈ സൗഹൃദ വലയങ്ങളിലൊക്കെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ സുരാജേട്ടൻ തന്നെ എൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ അത് തന്നെ കോട്ട് ചെയ്ത് പറയാം. സുരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവസരങ്ങൾ ചോദിച്ചു മേടിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തിനു മമ്മൂക്ക അവരെ അതിഥി അങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ അവസരങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഇന്ന രീതിയിൽ നീ എഴുത് അല്ലെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന സൗഹൃദങ്ങളുണ്ടോ? എങ്ങനെയാണ് സൗഹൃദങ്ങൾ സിനിമയിൽ? അങ്ങനെ സൗഹൃദങ്ങളില്ല ഇപ്പൊ. ഞാൻ പക്ഷേ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1-2 നമ്മൾ ടീമപ്പ് ചെയ്തൊക്കെ വർക്ക് ഇപ്പം പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്, നല്ല സിനിമകൾ. അപ്പം എനിക്കും പ്ലാൻ ഉണ്ട്, നല്ല ചെയ്യുമ്പോൾ നല്ല ഇതിൽ ചെയ്യണം, അങ്ങനെയുണ്ട് ഇപ്പോൾ. അതിപ്പോൾ ഈ അടുത്തൊക്കെ ആയിട്ട് വന്നതാണ്, നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. ഞാനായിട്ട് പക്ഷെ തേടിപ്പോയതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആളുകളല്ല ഒന്നും. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇനിയും ഉണ്ടാവും നല്ല സിനിമകളിൽ. അതിന് മുന്നേ ഞാൻ അങ്ങനെ ചോദിക്കലില്ല. എനിക്കും ചോദിക്കാനൊരു മടിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ എങ്ങനെ ചോദിക്കാതെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എപ്പോഴും. നമ്മുടെ ഫസ്റ്റ് തോട്ട് ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം ഞാൻ ചോദിച്ചാൽ. ഇനി അവർ നോ പറഞ്ഞാൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും, നമുക്കും ഒരു വിഷമം, അവർക്കും അതൊരു. അപ്പം ചോദിക്കൽ വളരെ കുറവാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടി ടീമപ്പ് ചെയ്ത് വരണം, നല്ലതൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ ഹാപ്പി. അതാ പറഞ്ഞത്, ഞാൻ ഒന്നിനും പോയപ്പോൾ തന്നെ വരുന്നുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്. അത് എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുന്ന എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതല്ല എന്ന് മനസ്സിലാകുന്ന പോയിന്റിലൊക്കെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ഇരിക്കാനാണ് നല്ലത്, ഇത് നല്ലതേ കൊണ്ടുവരും. നമുക്ക് നെഗറ്റീവ് ഇരുന്നാൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ, പോസിറ്റീവായിട്ടിരുന്നാൽ പോസിറ്റീവ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. 100% ശരിയാണ്. ഞാൻ ആലോചിച്ചത് അല്ലേ. എത്ര വയസ്സുണ്ട് ഇപ്പം? അയ്യോ, വയസ്സ് പറഞ്ഞോളൂ, ഇപ്പം 32. ഭയങ്കര മെച്യൂരിറ്റിയോട് സംസാരിക്കുന്നോണ്ട് ചോദിച്ചത്. ഭയങ്കര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വായിക്കുന്ന ഒരാൾ പറയുന്നപ്പോ എനിക്ക് ഈ സദ്ഗുരു കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും ഇങ്ങനത്തെ തോട്ട് പ്രോസസ് കേട്ടും. പിന്നെ നമുക്കത് ഞാൻ ഓരോന്ന് വരുമ്പോൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് നമ്മുടെ തന്നെ മിസ്റ്റേക്സും നമ്മുടെ തന്നെ എക്സ്പീരിയൻസൊന്നും പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏത് ബുക്ക് വായിച്ചാലും കിട്ടില്ല. ബുക്ക് വായിച്ച് വേണമെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം അങ്ങനെയൊക്കെ പറയാൻ പറ്റും, വന്നിരുന്നൊക്കെ വേണമെങ്കിൽ. ഇത് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞതാ, ഇതെനിക്ക് ബുക്കിൽ നിന്ന് കിട്ടിയതല്ല. ബുക്ക് വായിച്ച് പറയുന്നത് എളുപ്പമാണ്, അതിന് ഇത്തിരി അത്യാവശ്യം അതിലൊരു സ്കില്ല്, വായിക്കാനുള്ള ഒരു ക്ഷമയും പിന്നെ ആ ഒരു സ്കില്ല് ഉണ്ടായാൽ മതി സംസാരിക്കാൻ. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും. അങ്ങനെ ഉണ്ടായാൽ നല്ലതായിരുന്നു. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അങ്ങനെ ഈ ഒരു നടി എന്ന രീതിയിൽ സ്വയം പുതുക്കുന്ന എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന? ഇപ്പം ആദ്യത്തെ സിനിമയിലെ ഇപ്പം ആംഗ്രി ബേബീസിലെ ആ ഒരു ക്യാരക്ടർ ആയിരിക്കില്ലല്ലോ ഈ 10-ാം മുളയിൽ വന്നിരിക്കുമ്പോൾ അലമാരയിലെ ഒരു കഥാപാത്രം ആയിരിക്കില്ല നേരിൽ വന്നത്. ഓരോ സിനിമകൾ കഴിയും തോറും അതിഥിക്ക് തന്നെ തോന്നിയിട്ടില്ല അതിഥി മെച്ചപ്പെട്ട് വരുന്നു. എനിക്കതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുരാജന്റെ കൂടെ 10-ാം മുളവിന് മുൻപ് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് 10-ാം മുളവിന് മുൻപ് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ സുരാജനെ പരിചയപ്പെടുന്നു. എന്താണ് ആക്ടിങ്, ഭയങ്കര ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സുരാജ് ചേട്ടൻ ആ കാര്യത്തിൽ. എനിക്ക് നല്ലൊരു ഗുരുവിനെ പോലെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ചേട്ടനാണ്. കാരണം ആ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പറഞ്ഞു തന്നത് അതെനിക്കൊരു ഷിഫ്റ്റായിരുന്നു. എങ്ങനെ നമുക്ക് അഭിനയിക്കുക, നമ്മളും മറ്റേത് ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ ആ ഡയലോഗ് മാക്സിമം പഠിച്ച് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു. ജോലി തീർത്തു എന്നല്ല, നമുക്കൊരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, അത് എന്താണ് ആ ക്യാരക്ടർ എന്താണെന്ന്
മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ഭയങ്കര രസമാണ്. അതെനിക്ക് സുരാജേട്ടനാണ് ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതെനിക്ക് 10ാം വളവിലും ഭയങ്കര ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അല്ല അതുവരെ അപ്പം ഈ ഒരു പ്രോസസ്സ് തന്നെ അല്ല, ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യാം, നമ്മൾ മാക്സിമം ചെയ്യും, ഇല്ലെന്നല്ല. എന്നാലും അതിൻ്റെ ഒരു ഡെപ്ത് അറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത്, കാരണം ലിക്രയിൽ കുറച്ചും കൂടി നല്ല അത്യാവശ്യം നമുക്ക് വളരെ ഡെപ്ത് ഏറിയ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിന് സുരാജ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ, അതിപ്പോൾ ചെറുതാണെങ്കിലും ത്രൂ ഔട്ട് വേണമെന്നില്ല സിനിമയ്ക്കകത്ത് ഒരു ആക്ടറെ ഡിഫൈൻ ചെയ്യാൻ. ചെറുതാണെങ്കിലും അതിനെ എങ്ങനെ എത്രത്തോളം അതിൽ ഡീപ്പായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ആക്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കിഷ്ടമായി. എന്ത് റോളാണെങ്കിലും ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണെങ്കിലും അതിൽ മാക്സിമം മാക്സിമം അതെന്താണ് ആ ക്യാരക്ടർ, അതിന് മുമ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ പെരുമാറുക, അതൊക്കെ സുരാജേട്ടനാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വരുമ്പോൾ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ വെറുതെ ചിന്തിക്കണം എന്ന്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് ഇപ്പം ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണെങ്കിൽ ഞാൻ അപ്പം തന്ന ഡയലോഗിനനുസരിച്ച് വരും അവൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വെറുതെ പറഞ്ഞു തരുമ്പോഴാണ് അത് ഭയങ്കര അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, ഷോട്ട് പറഞ്ഞു തരുന്നു, അസോസിയേറ്റ് നിന്ന് ഷോട്ട് പറഞ്ഞു തരുന്നു, നമ്മൾ അതിനുശേഷം ടേക്കിന് വിളിക്കുന്നു. ടേക്കിന് വിളിക്കുമ്പോൾ മാത്രമാണോ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതെയോ പ്ലാൻ ചെയ്യും ഉള്ളിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, ഇതിങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം, അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളിൽ നടക്കുന്നുണ്ടോ, അതോ ലാലേട്ടൻ പറയുന്ന പോലെ എന്നെ വരുന്നു വിളിക്കുന്നു ഞാൻ ചെയ്യുന്നു പോകുന്നു അത് തന്നെ വരുന്നു, അത് അങ്ങനെയാണ്, ഏതാണ് പ്രോസസ്സ്? ഒത്തിരി ഇങ്ങനെ ഡീപ്പായിട്ടിരുന്ന് തലേദിവസം മുതലേ അതിന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആ ക്യാരക്ടർ, ഇപ്പം നമ്മൾ വന്ന് കോസ്റ്റ്യൂം മാറുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര, അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കൂടുതലും ക്യാരക്ടറിലേക്കായി. അതങ്ങനെ ഞാൻ ചേഞ്ച് അതായി എന്നുള്ളതല്ല, പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറി ഞാൻ അതിലേക്ക് ക്യാരക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമുക്ക് തരുന്ന വേഷങ്ങൾ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും ക്യാരക്ടർ ആവാനായിട്ട്. അപ്പം മുതൽ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ, അതിനനുസരിച്ച് ചെയ്യാറ്. അത് നമ്മൾ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും സംസാരിച്ചു. ഇനി സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം കല്യാണം ഒക്കെയാണ്. ഇപ്പം അതിഥിയുടെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം, ഓക്കെ, അല്ലെങ്കിൽ അതെന്തു ആയിക്കോട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആദ്യ പ്രണയം എന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നതിൽ നമുക്കൊരു പ്രണയമുണ്ട്. അപ്പോൾ ആ പ്രണയത്തിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ, ആ പ്രണയത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം, നമ്മൾ എത്രത്തോളം അവരുമായിട്ട് അടുക്കുന്നു എന്നുള്ള ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രണയത്തിലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രണയം ഉണ്ടാകാനുള്ളൊരു സാധ്യത വരുമ്പോൾ ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എപ്പോഴും നമുക്ക് ഉള്ളിലുണ്ടാവുക. കാരണം അത്ര എഫേർട്ട് നമ്മൾ ഇവിടെ എടുക്കുമോ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ അത് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ഇനിയൊരു പ്രണയത്തിലേക്ക് കയറുക. എന്താണ് അതിൻ്റെ ഒരു ഉണ്ടായിരുന്ന പ്രണയം, ഇപ്പോഴത്തെ സ്റ്റാറ്റസുകൾ എന്തൊക്കെയാണ്? അല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പ്രണയമാണെന്ന് തോന്നുന്നത് എന്തോ അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. റിയൽ പ്രണയമാണോ ചോദിച്ചാൽ അല്ല, പ്രണയം അതല്ല. അതിപ്പോൾ എനിക്കറിയാം, ഞാൻ പ്രണയിച്ചിട്ടില്ല, ഞാൻ ഇനിയായിരിക്കും പ്രണയിക്കുക. ഇപ്പം എനിക്കൊരു പ്രണയമുണ്ട് എന്നോട്. സെൽഫ് ലവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇനി നല്ല പോലെ പ്രണയിക്കും. കാരണം നമ്മൾ പ്രണയത്തിലാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ടാവണം. ഒരാളും കുറ്റവും അതല്ല, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രണയത്തിലാണ്. നമ്മളോട് തന്നെ പ്രണയത്തിലാണ്. ഈവൻ നമ്മളൊരാളായിട്ട് പ്രണയത്തിലാണെന്ന് വിചാരിക്കുക, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കണ്ണാടിയിൽ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല, നമ്മൾ എന്തൊക്കെയോ കുറവ് ഇൻസെക്യൂരിറ്റി ഒക്കെ തോന്നണമെങ്കിൽ അത് പ്രണയമല്ല. അപ്പം അത് ബാക്ക് ഓഫ് ചെയ്യണം അതിൽ നിന്ന്. അത് ആരുടെയും കംപ്ലൈൻറ്റോ കുറ്റമൊന്നുമല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അല്ലാതെ അവൻ തേച്ചു അല്ലെങ്കിൽ അവൾ തേച്ചു അതല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നിപ്പിക്കുന്നതായിരിക്കണം ശരിക്കുള്ളൊരു പ്രണയത്തിലാവുമ്പോൾ. നമ്മൾ അടിപൊളിയായിട്ട് തോന്നണം, അതാണ് പ്രണയം. ഒരാൾ വരുമ്പോൾ നമുക്ക് തോന്നണം നമ്മൾ അടിപൊളിയാണല്ലേ എന്ന്, അതാണ് പ്രണയം. അല്ല നമ്മളിങ്ങനെ എന്തിനും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയി, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഭംഗിയില്ല, എന്നെ കാണാൻ കൊള്ളൂല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റ്, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി, ഞാൻ ഭയങ്കര ചെറുതായി തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രണയമല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്ന് പിന്നെ തോന്നിയിട്ടൊക്കെ ഉണ്ട്, ഞാൻ എനിക്ക് ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ. ഉണ്ടായത് പ്രണയം അല്ലെന്ന് പിന്നീടാണ് തിരിച്ചത്. അത് പ്രണയമല്ല, പക്ഷെ അത് നമുക്ക് അങ്ങനെ അതൊരു കംപ്ലൈൻറ്റ് പോലെ പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഞാൻ എങ്ങനെ കാണണം എന്നുള്ളത്. ഒരാളെപ്പോഴും അതൊരു ഒരു കൂട്ടായിരിക്കണം പ്രണയം, അല്ലാതെ ഫുൾ നമ്മളൊരു ഗിവറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടും എടുക്കുന്ന പോലെ അങ്ങനെയല്ല. പ്രണയം ഒരു കൂട്ടാണ്.
അത് നല്ല രസമായിട്ട് പോകുന്നതാണ് പ്രണയം. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ പ്രണയത്തിലാണെങ്കിൽ. പരാതികളും പരിഭവങ്ങളും ഒന്നും കൊണ്ടുനടക്കാത്ത ഇല്ല 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 ഇല്ല. അതൊന്നും ഇല്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ പ്രണയത്തെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണും അവരെ കംപ്ലൈൻറ്റ് ചെയ്യാം. ഒരു പ്രണയം അങ്ങ് പൊളിയുമ്പോഴേക്കും മറ്റാൾ അൾട്ടിമേറ്റ്ലി മോശമായി ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. പക്ഷെ അത് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കുറ്റപ്പെടുത്തൽ അങ്ങനത്തെ ഇല്ല, താല്പര്യപ്പെടുന്നുമില്ല. അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല. അത് റിഗ്രറ്റ്, കുറ്റബോധം, അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഇല്ല കൊണ്ടുനടക്കാറില്ല. ഇല്ല ഇല്ല. റിഗ്രറ്റ് ഇല്ല, ഒന്നിനോടും ഇല്ല. ഇല്ല. കാരണം എന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോൾവ് ചെയ്തിട്ട് ഞാൻ അടുത്തേക്ക് പോവുള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാ റിഗ്രറ്റ്? ഇനിയൊരു പ്രണയം, ഇനിയൊരു കല്യാണം, ഇനിയൊരു കല്യാണം അല്ല, സോറി, കല്യാണം. അല്ല, രണ്ടാമത് കല്യാണം തെറ്റൊന്നല്ല ഇപ്പൊ. അല്ല, അങ്ങനെ പറ്റുന്ന ഒരാളല്ലെങ്കിൽ വേറെ കല്യാണം കഴിക്കുക. ആദ്യത്തെ കെട്ടിയിട്ടാണല്ലോ രണ്ടാമത് കെട്ടാൻ പറ്റുള്ളൂ. ആദ്യത്തെ കെട്ടാത്ത ഒരാളോട് ഇനിയൊരു കല്യാണം ഇല്ല, ഇനി അറിയില്ല. അപ്പൊ ഇനിയായിരിക്കും ഞാൻ പ്രണയിക്കുക ശരിക്കും. അതെനിക്കറിയാം. കാരണം എനിക്കിപ്പോൾ എന്നെ അറിയാം, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മുമ്പൊന്നും എനിക്ക് എന്നെ അറിയില്ലായിരുന്നു, ഞാൻ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ പ്രണയവും? നമുക്ക് നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാണ്ട് ഞാനെങ്ങനെ വേറൊരാളെ സ്നേഹിക്കുക? അപ്പോൾ ഒരിക്കലും ഒരാളെയും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇനി ഞാൻ പ്രണയിക്കും, ഇനിയായിരിക്കും എനിക്ക് പ്രണയം. അതിഥി അടിപൊളിയാണ്. താങ്ക് ഈ ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു പ്രതീക്ഷകൾ ഇനി വരുന്ന ഒരാളെ പറ്റിയുള്ള, എങ്ങനെയായിരിക്കും അതിഥിയെ കെയർ ചെയ്യണം, ആ ഒരു ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെ ആയിരിക്കും അതിഥിയുടെ ഉള്ളിൽ? കുട്ടി കുട്ടി പ്രകടനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചെറുതൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. പക്ഷെ അതിപ്പോൾ അങ്ങനെയും ഇല്ല. എനിക്കൊരു കൂട്ട്, ഇനി അതാണ് എൻ്റെ പ്രണയം. ഒരു കൂട്ടുണ്ടായാൽ മതി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോളാം. എനിക്ക് ഒരാളിനി അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലിയും ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു കൂട്ട്, അപ്പോൾ നമുക്ക് എന്തും പറയാനുള്ള ഒരാളായി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രണയം. അങ്ങനെ ഒരാൾ ഉടനെ ഉണ്ടാവട്ടെ, ഇന്നലെ ഉണ്ടാവട്ടെ. ഈ കയ്യിലെ ടാറ്റൂവിന്റെ മീനിങ് എന്താണ്? അതെൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അഞ്ജലി, അപ്പോൾ അവളും ഞാനും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു. എന്താണ്, ഒന്ന് ഫ്രീഡം, പിന്നെ ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. അന്ന് ഇതിൻ്റെ അർത്ഥം അറിയാതെ ചെയ്താ സത്യത്തിൽ. പക്ഷെ ഇന്ന് കാണിച്ച് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ. അത് ഫ്രീഡമാണ്, പിന്നെ അത് ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. ഓ സത്യം, ഇപ്പം ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അന്ന് അറിയാതെ ചെയ്താ, ചുമ്മാ പിക്ക് ചെയ്താ ഇത് മതി, നല്ല രസമുണ്ട്, പറക്കുന്നു. അന്ന് ഭയങ്കര കാണുമ്പോൾ വലിയ അർത്ഥത്തിലൊക്കെ ചെയ്താ അല്ല ഇന്ന് എനിക്ക്. പക്ഷെ അത് കറക്റ്റ് എൻ്റെ ശരീരത്തിൽ വന്നു. ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്, ഗോ വിത്ത് ഫ്ലോ, എല്ലാം വന്ന് ചേരും. ഈ അഞ്ജലി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹൈദരാബാദിലാണ് സെറ്റിൽഡാണ്, വർക്ക് ചെയ്യുന്നു. അന്നത്തെ സൗഹൃദകാലങ്ങളൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടോ, പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ളത്? എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് എപ്പോഴും എനിക്കുള്ളത്. എൻ്റെ സ്കൂളിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് കാവ്യയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാം അറിയുന്ന, സംസാരിക്കുന്ന കാവ്യയാണ് ഇപ്പോഴും. പിന്നെയാണ് കോളേജിൽ, പിന്നെ അഞ്ജലി, വർഷ, അങ്ങനെ 1-2 പേര്. ഇവരെ എപ്പോഴും ഉണ്ട്, കോണ്ടാക്റ്റിലുണ്ട്. അതിൽ അപ്പം ഒരുപാട് നേരെ സംസാരിച്ചു. ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു. എന്താണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റട്ടെ. ഹാപ്പി ഓണം, ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ഓണം, താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.